ഹായ് ഡേ ജെയ് ആസ്പിരൻസ്. ജെയ് മെയിൻസ് എൻട്രൻസ് എക്സാമിനേഷനിൽ തെർമോഡൈനാമിക്സ് എന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്, ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ് പി വി ഡയഗ്രാം അഥവാ ഫേസ് ഡയഗ്രാം ഓഫ് ഡിഫറൻറ്റ് തെർമോഡൈനാമിക് പ്രോസസ്. ഐസോതെർമൽ, അഡിയബാറ്റിക്, ഐസോകോറിക്, ഐസോബാറിക്. അപ്പോൾ ഇതിലെ പി വി ഡയഗ്രാം എന്ന് പറയുന്നത് പ്രഷറും വോളിയവും എക്സ്പാൻഷനും കംപ്രഷനും നടക്കുമ്പോൾ പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും ഗ്രാഫാണ്. എക്സ് ആക്സിൽ പ്രഷറും എക്സ് ആക്സിൽ വോളിയവും വൈ ആക്സിൽ പ്രഷറും വരുന്ന രൂപത്തിലാണ് നോർമലി പി വി ഡയഗ്രാം ഉണ്ടാവുക. അപ്പോൾ അതിൽ എക്സ്പാൻഷനും കംപ്രഷൻ്റെയും ഗ്രാഫുകളിൽ നോർമൽ ഗ്രാഫുകളിൽ വർക്ക് ഡണ്ണ് കൂടുതൽ എവിടെയാ കുറവ് എവിടെയാന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ അത്തരം ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 പോയിന്റ്സ് ആണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്. അറിയുന്നവരുണ്ടാവാം, റിവൈസ് ചെയ്ത് വെക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ ഈ കോൺസെപ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിൻ്റെ ഡിഫറൻറ്റ് പ്രോസസ്സിൻ്റെ പി വി ഡയഗ്രാം. അതെല്ലാം കൂടെ ഒരു 3 പ്രോസസ്സിൻ്റെ ഡയഗ്രാം എല്ലാം കൂടെ ഒരൊറ്റ ഗ്രാഫിലാണ് അവിടെ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എയറോ മാർക്ക് ഇല്ലാതെ നമുക്ക് ആ പ്രോസസ്സ് ഏതാണെന്ന്, വിച്ച് മീൻസ് എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ എന്ന് മനസ്സിലാവില്ല. ഇനീഷ്യൽ വോളിയം ഫൈനൽ വോളിയം അറിഞ്ഞെങ്കിൽ മാത്രമേ അത് ഏത് പ്രോസസ്സാണ്, എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. വിച്ച് മീൻസ് വർക്ക് പോസിറ്റീവ് ആണോ വർക്ക് നെഗറ്റീവ് ആണോ നമുക്ക് മനസ്സിലാവുള്ളൂ. സോ എയറോ മാർക്ക് ഉണ്ടാവും, അത് നമ്മൾ ശ്രദ്ധിക്കണം. സോ ഇങ്ങനെയാണ് എയറോ മാർക്ക് വരുന്നത് എങ്കിൽ this will be the initial volume, here will be the initial volume and this will be the final volume. X ആക്സിസിൽ വോളിയം ആണെങ്കിൽ, അപ്പോൾ എക്സ് ആക്സിൽ വോളിയം ആണ്, അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യാണ്, അപ്പോൾ അത് എക്സ്പാൻഷൻ ആണ്. അപ്പോൾ എക്സ്പാൻഷൻ്റെ സിറ്റുവേഷനിൽ വർക്ക് ഡൺ ഏരിയ അണ്ടർ ദ ഗ്രാഫ് വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. അപ്പോൾ ഏരിയ അണ്ടർ ദ ഗ്രാഫ് നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഏരിയ വരുന്നത് ഏറ്റവും മുകളിലുള്ള ഈ ഗ്രാഫിൻ്റെയാണ്. സോ ഈ ഗ്രാഫ് ഏത് പ്രോസസ്സാണ്? പ്രഷർ കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സാണ്. അപ്പോൾ പ്രഷർ കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സിന് നമ്മൾ ഐസോബാറിക് പ്രോസസ്സ് എന്ന് പറയും. സോ this one is isobaric, pressure constant. And അതിൻ്റെ താഴെ 2 പ്രോസസ്സ് വരുന്നുണ്ട്. സോ അത് ഏതാ നമുക്ക് പറയാം. അതിന് മുമ്പ് ഈ പ്രോസസ്സ്, 4ാമത്തേതായിട്ട് നമ്മൾ കാണുന്ന ഈ പ്രോസസ്സ്, അവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ഇനീഷ്യലി എത്രയാണോ വോളിയം അത് തന്നെയാണ് ഫൈനൽ വോളിയം. പ്രഷർ മാത്രമേ ഡിക്രീസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആ പ്രോസസ്സ് ആസ് വി നോ ഐസോകോറിക് ആണ്. അപ്പോൾ ആ 2 പ്രോസസ്സ് നമുക്ക് കിട്ടി. പ്രഷർ കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സും വോളിയം കോൺസ്റ്റൻ്റ് ആയ പ്രോസസ്സും കിട്ടി. ഇനി പ്രഷറും വോളിയവും മാറുന്ന 2 പ്രോസസ്സുകളുണ്ട് ഇവിടെ, ഐസോ തെർമലും അഡിയബാറ്റിക്കും. അതിൽ ഈ 2 ഗ്രാഫ് നോക്കുമ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഓർത്തു വെക്കാൻ ഞാൻ പറയുന്നു, അടിയിലുള്ളത് അഡിയബാറ്റിക് ആണ്. എക്സ്പാൻഷൻ്റെ സിറ്റുവേഷനിലാണ് ഈ 2 ഗ്രാഫ് മാത്രം കമ്പയർ ചെയ്യുമ്പോൾ അടിയിലുള്ളത് അഡിയബാറ്റിക്. മറ്റ് 2 ഗ്രാഫ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ ഇതിൽ അടിയിലുള്ളത് അഡിയബാറ്റിക് ആണെങ്കിൽ ദിസ് വൺ ഈസ് അഡിയബാറ്റിക് ആൻഡ് അതിൻ്റെ മുകളിലുള്ളത് ഐസോതെർമൽ. സോ ഇറ്റ്സ് വെരി ക്ലിയർ. ഏറ്റവും കൂടുതൽ വർക്ക് ഡൺ, ഏറ്റവും ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഉള്ളത് ഫസ്റ്റ് പ്രോസസ്, വിച്ച് മീൻസ് ഐസോബാറിക്. അത് കഴിഞ്ഞാൽ പിന്നെ വർക്ക് ഡൺ ഏരിയ അണ്ടർ ദ ഗ്രാഫ് കൂടുതൽ വരുന്നത് ഐസോതെർമൽ. അത് കഴിഞ്ഞാൽ അഡിയബാറ്റിക്. ഏറ്റവും കുറവ് ഏരിയ അണ്ടർ ദ ഗ്രാഫ്, വിച്ച് മീൻസ് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഇല്ല, വോളിയം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വർക്ക് ഡൺ ഇല്ല, വർക്ക് ഡൺ 0 ആയ പ്രോസസ്സാണ് ഏറ്റവും 4ാമത്തെ ഏറ്റവും കുറവ് വർക്ക് ഡൺ ഉള്ള പ്രോസസ്, ദാറ്റ് ഈസ് ഐസോകോറിക്. അപ്പോൾ വർക്ക് ഡൺ ഇൻ എക്സ്പാൻഷനിൽ പ്രോസസ്സിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഓർഡർ ഏറ്റവും കൂടുതൽ വർക്ക് ഡൺ ഐസോബാറിക്, ദെൻ ഐസോതെർമൽ, ദെൻ അഡിയബാറ്റിക്, ദെൻ ഐസോകോറിക്. ഇത് എക്സ്പാൻഷൻ ആണ്. ഈ എയറോ മാർക്ക് തിരിച്ചാണ് വരുന്നത് എങ്കിൽ, സപ്പോസ് എയറോ മാർക്ക് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ദിസ് വിൽ ബി ദ ഇനീഷ്യൽ വോളിയം. ഈ 3 പ്രോസസ്സിൻ്റെ ഇനീഷ്യൽ വോളിയം ഇവിടെയാണ് വരിക. അപ്പോൾ ഫൈനൽ വോളിയം ഇവിടെ വരും. സോ വോളിയം ഡിക്രീസ് ചെയ്യുന്നത് കംപ്രഷനാണ്. കംപ്രഷനിൽ വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ വാല്യൂസിൻ്റെ ഒക്കെ നെഗറ്റീവ് വരുന്ന സമയത്ത് ഈ ഓർഡർ നേരെ റിവേഴ്സ് ആവും. അപ്പോൾ കംപ്രഷനിൽ ഈ ഓർഡർ നേരെ റിവേഴ്സ് ആണെന്ന് മനസ്സിലാക്കിയാൽ എക്സ്പാൻഷൻ്റെയും കംപ്രഷൻ്റെയും ഗ്രാഫ് കാണുമ്പോൾ ഡിഫറൻറ്റ് പ്രോസസ്സിൽ ആർക്കാണ് വർക്ക് കൂടുതൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രഷറാണ് വൈ ആക്സിസിൽ വരേണ്ടത്, വോളിയമാണ് എക്സ് ആക്സിൽ വരേണ്ടത്. ഇത് ഇൻ്റർചേഞ്ച് ചെയ്താൽ ഈ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല, അത് മാറും. അപ്പം പ്രഷർ വോളിയം ഗ്രാഫ് നോർമൽ സിറ്റുവേഷനിൽ തരുന്ന സമയത്ത് എങ്ങനെയാണ് വർക്ക് ഡൺ കൂടുതൽ കുറവ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ബൈ ഒബ്സർവിങ് ദിസ് ഗ്രാഫ് എന്നുള്ളത് നമ്മൾ പറഞ്ഞത്. സോ കൃത്യമായിട്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, അത് പഠിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുക. ഇതേപോലത്തെ നെക്സ്റ്റ് കോൺസെപ്റ്റുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും. സോ ബൈ ആൻഡ് ഓൾ ദി ബെസ്റ്റ്.